മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണ് എന്ന ആശ്വാസ വാർത്ത നമ്മളെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ന് 28 പേരടങ്ങിയ സംഘത്തെ ITBP ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. ഗംഗോത്രിക്ക് സമീപമാണ് ഇവർ കുടുങ്ങിയത്. ഇന്നലെ രാവിലെ 8:30 ഗംഗോത്രിയിലേക്ക് പോയി എന്നാണ്, ഉത്തർകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോയി എന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ ഗംഗോത്രിക്ക് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഓൺ ദ വേ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പിന്നീട് 8:30 കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഒരു രക്ഷയില്ല. ഇന്നലെ രാത്രിയിലും എല്ലാം ഡിഫൻസ് വഴിയും പല രീതിയിലും നമ്മൾ ട്രൈ ചെയ്തു, ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അതിനിടെ ഉത്തരാഖണ്ഡിൽ ഇന്നലെ ഉണ്ടായ മേഘവിസ്ഫോടനത്തിലും തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം 5ആയി. ധാരാലിയിലേക്കുള്ള പാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത മേഖലയിൽ എത്തുന്നതിൽ ഇത് തടസ്സമാകുന്നുമുണ്ട്. ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് മലയാളികളെ സുരക്ഷിതരായി ഇപ്പോൾ ITBPയുടെ ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നു എന്ന ആശ്വാസ വാർത്ത വരുമ്പോൾ ഈ മലയാളികൾ 28 പേരെ കാണാതായി എന്ന വിവരം ആദ്യം നമ്മളെ അറിയിച്ച ആൻ മേരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ എങ്ങനെയാണ് ഉത്തരാഖണ്ഡിലെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്? കൂടുതൽ പേരെ കാണാതായിട്ടുണ്ടോ? ഗ്രാമങ്ങൾ ഒലിച്ചു പോയ ഉത്തരാഖണ്ഡിൽ ഏത് വിധത്തിലാണ് സൈന്യം ഉൾപ്പെടെ രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ നേരിട്ടുള്ള വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഉത്തരാഖണ്ഡിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ആൻ മരിയ സണ്ണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻ മരിയ, ഈ 28 മലയാളി വിനോദസഞ്ചാരികൾ അവർ ഈ ചാർധാം യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടതാണ്. ഡൽഹിയിൽ പോയി അവിടെ നിന്നുള്ള യാത്രയായിരുന്നു. അതിൽ 20 പേർ മുംബൈയിലുള്ള മലയാളികളാണ്, 8 പേരാണ് കേരളത്തിൽ നിന്ന് പോയത്. ഇവരെക്കുറിച്ച് ഇന്നലെ ഒരു 1:15 ഉച്ചയ്ക്ക് 1:30 മണി വരെ അവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. അതിൻ്റെ ഒരു ആശങ്കയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ. അവരുടെ വളരെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പകൽ സമയങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത അങ്ങേയറ്റം ആശ്വാസം നൽകുന്നതാണ്. ഈ സംഘം ഒരു ITBPയുടെ ക്യാമ്പിൽ അവർ സുരക്ഷിതരായി നിൽക്കുന്നുണ്ട് എന്നതാണല്ലോ. എങ്ങനെയായിരുന്നു ഇവരുടെ ഈ ദൗത്യം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത്? മറ്റെന്തെല്ലാം പുതിയ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്? ഇപ്പോൾ ITBPയുടെ ക്യാമ്പിലുണ്ട് എന്ന് പറയുന്ന ഈ 28 പേരെ ഫോണിൽ ബന്ധപ്പെടാൻ ബന്ധുക്കൾക്ക് സാധിച്ചിട്ടുണ്ടോ ആൻ മരിയ? തീർച്ചയായിട്ടും GK സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് ഈ പകല് നമ്മൾ ആശങ്ക നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് പോയതെങ്കിൽ ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ആ ഒരു വാർത്ത അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് 28 മലയാളികളും സുരക്ഷിതരാണ് എന്നുള്ള വാർത്ത അത് അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മൾ പുറത്തുവിട്ടു. ഇപ്പോൾ വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നവർക്ക് ബന്ധുക്കൾക്ക് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലുള്ള ആ ബന്ധു അവരുടെ മകന്റെ ഫോണിലേക്ക് ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സുരക്ഷിതരാണ്. ഇപ്പോൾ ITBP ക്യാമ്പിൽ അവർ സുരക്ഷിതമായിട്ട് ഇപ്പോൾ ഉണ്ട്. അവര് ഈ ഉത്തരാകാശിയിൽ നിന്നും ഗംഗോത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ അപകടത്തിൽ ഇവർ കുടുങ്ങിപ്പോകുന്നത്. 28 മലയാളികളാണ് അവിടെ കുടുങ്ങിപ്പോകുന്നത്. പിന്നീട് ഇവരെ കോൺടാക്ട് ചെയ്യുന്നതിന്, അവരെ ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ അവരോട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. പിന്നീട് ഈ വീട്ടുകാർ, നമ്മൾ ആദ്യം തൃപ്പൂണിത്തുറയിൽ അവിടെയാണ് ചെല്ലുന്നത്. അവർ ഈ 2 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരത്തെ തുടർന്നാണ് നമ്മൾ തൃപ്പൂണിത്തുറയിൽ ചെല്ലുന്നത്. പിന്നീടാണ് അവരുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോൾ, പിന്നീട് അധികൃതരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് 28 മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു വാർത്ത, അത് ആശങ്ക നിറഞ്ഞൊരു വാർത്ത നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. കൂടുതൽ ബന്ധുക്കളുടെ പ്രതികരണങ്ങളെല്ലാം വരുന്നു. KV തോമസ് പറയുന്നുണ്ടായിരുന്നു അവിടെ നോർക്കയുമായി ബന്ധപ്പെടുന്നുണ്ട്, കൃത്യമായിട്ട് അവരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അവർ സുരക്ഷിതരാണ്. അവരെ ഈ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് അവരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള മലയാളി സമാജത്തിലെ ആളുകളുമായിട്ട് നിരന്തരം അവർ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുൻപാണ് രാവിലെ നമ്മളോട് സംസാരിച്ച അമ്പിളി, അവർ നമ്മളെ വിളിച്ചിട്ട് അവരെ ബന്ധപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള ഒരു വോയിസ് മെസ്സേജ് അവർക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവർ ഗംഗോത്രിക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കുടുങ്ങാൻ വേണ്ടിയിട്ടാണ് സാധ്യത. അവർ സുരക്ഷിതരാണ്, പക്ഷേ ഈ ബസ്സിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണോ എന്നൊരു ആശങ്കയായിരുന്നു ആദ്യം പുറത്തു വന്നത്. 28 പേരടങ്ങുന്ന സംഘം ഏതാണ്ട് ഒരാഴ്ച മുൻപാണ് ഡൽഹിയിലേക്ക് തിരിച്ചത്. അതിനുശേഷം അവർ ചാർധാം യാത്രയിലേക്ക് പുറപ്പെടുകയായിരുന്നു. അവിടെ യമുനോത്രിയിൽ പോയി. യമുനോത്രിയിൽ അവർക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അവിടെ ചെറിയ റോഡ് ബ്ലോക്സ് ഒക്കെ ഉണ്ടായി. അതിനുശേഷമാണ് അവർ ഇന്നലെ ഗംഗോത്രിയിൽ എത്തിയത്. ഏതാണ്ട് 1:15 വരെ ഈ ബന്ധുക്കൾക്ക് കുടുംബവുമായി ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1:30 കഴിഞ്ഞ് 1:40 ആകുമ്പോഴാണ്
ഈ ഇരട്ട മേഘ വിസ്ഫോടനവും അതിനെ തുടർന്നുള്ള മിന്നൽ പ്രളയവും ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് ഇവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിരുന്നില്ല. അതിൻ്റെ ആശങ്കയിലായിരുന്നല്ലോ ഈ കുടുംബം കഴിഞ്ഞത്. രണ്ടുപേർ നമ്മളോട് സംസാരിച്ചു. ഡോക്ടർ രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, ഒപ്പം തന്നെ അമ്മയുടെ അടുത്ത ബന്ധുക്കളായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്ന ചിലർ. മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് സംസാരിച്ച അമ്പിളിയാണ്. അതിന് പുറമെ പിന്നീട് ഷാമിലി എന്ന് പറഞ്ഞ് ചെന്നൈയിൽ നിന്ന് അവരുടെയും മാതാപിതാക്കൾ ഈ സംഘത്തിലുണ്ടായിരുന്നു. അവരുടെ എല്ലാം വിവരങ്ങൾ അതാത് സമയങ്ങളിൽ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചതാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള സന്ദേശങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 28 പേരടങ്ങുന്ന സംഘം ITBPയുടെ ക്യാമ്പിൽ സുരക്ഷിതരായി ഇരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും സാധ്യമായിട്ടുണ്ടോ, മറ്റ് ആരെങ്കിലും കാണാതായി എന്നൊക്കെയുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള അന്വേഷണങ്ങളോ വരുന്നുണ്ടോ ആൻമരിയ? ഈ 28 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു വാർത്ത വന്നതിന് ശേഷമാണ് ഈ അതിന്റെ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ സുരക്ഷിതരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാക്കുന്നത്. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ളവരുണ്ടോ അല്ലെങ്കിൽ മലയാളികളുണ്ടോ, മറ്റാരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒരു സൈനികനെയൊക്കെ കാണാതായിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ആ മലയാളി സമാജത്തിലെ ആളുകൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഈ ആദ്യഘട്ടത്തിൽ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന തടസ്സം അവരെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്ന തടസ്സം എന്ന് പറയുന്നത്. അവിടെ എത്ര പേരുണ്ട് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഇനിയും അവിടെ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ, മലയാളികളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു തടസ്സം അല്ലെങ്കിൽ ഒരു ആശങ്കയായി നിലനിൽക്കുന്നതും ഈ അവരെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു ആശങ്കയാണ് നിലവിൽ അവിടെ നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ സംസ്ഥാന സർക്കാരിന്റെയും അടക്കമുള്ള നോർക്കയുടെയും ഒക്കെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരശേഖരണങ്ങളെല്ലാം ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത, 28 മലയാളികൾ അവർ സുരക്ഷിതരാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ, ഇനി ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനായിട്ടുള്ളതും. ഗോപികൃഷ്ണൻ. ശരി, ആൻമരിയ സണ്ണിയാണ് ഈ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്.